മേജർ രവിയെ ബി.ജെ.പി. ഒറ്റപ്പാലം മണ്ഡലത്തിലേക്ക് പരിഗണിക്കുകയാണ്. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് സംസ്ഥാനത്ത്. ഒറ്റപ്പാലം നഗരസഭയിലെ പ്രതിപക്ഷ സ്ഥാനവും അവിടെ ബി.ജെ.പിക്കാണ്. ഗോകുൽ വി.എസ്. ഉണ്ട്. ഗോകുൽ, സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ മേജർ രവിയെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ബി.ജെ.പിയിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ? മേജർ രവി കൂടി വന്നാൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയായിരിക്കും? ഒറ്റപ്പാലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ ബി.ജെ.പിക്ക് ഒരുപക്ഷെ പെർഫോമൻസ് നടത്തുമെന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ നഗരസഭയിൽ പ്രതിപക്ഷമായി മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ബി.ജെ.പിക്ക് ഉള്ള ഒരു ഘട്ടത്തിലാണ് മേജർ രവിയെ അവിടെ പരിഗണിക്കുന്നത്. മേജർ രവി വരികയാണെങ്കിൽ ഒരു സിനിമയിലൊക്കെയുള്ള ഒരു പ്രമുഖ ആൾ അല്ലെങ്കിൽ ഒരു പ്രമുഖ താരം എന്നുള്ള നിലയിലുള്ള കൂടുതൽ വോട്ടുകൾ അവിടെ കിട്ടും. സിനിമാ ബന്ധങ്ങൾ അവിടെ ഗുണം ചെയ്യും, മേജർ രവിക്ക് ഗുണം ചെയ്യും തുടങ്ങിയ പലതരത്തിലുള്ള പ്രതീക്ഷകൾ ബി.ജെ.പിക്ക് ഉണ്ട്. ഇതിനോട് മേജർ രവി എന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൽ വ്യക്തതയില്ല. ഏതായാലും ഇത്തരത്തിൽ മേജർ രവിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, മേജർ രവിയെ ബി.ജെ.പി ഒറ്റപ്പാലത്തേക്ക് പരിഗണിക്കുന്നു എന്നതാണ്. അതേസമയം തന്നെ CPM-ൽ പുറത്താക്കപ്പെട്ട P.K. ശശി ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കും. UDF-ന്റെ പിന്തുണയിൽ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹരിഗോവിന്ദനാണ് എന്ന നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ചിത്രം കൂടുതൽ തെളിഞ്ഞു വരികയാണ് ഒറ്റപ്പാലത്ത്.